സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് ഡെയ്സിയും കുടുംബത്തെയും വിഷമത്തിലാക്കിയ ബെന്നി പിന്നീട് അവൾക്ക് 2 കോടി രൂപ ലോട്ടറി അടിച്ചപ്പോൾ അവളെ തിരികെ വിളിക്കാനും ഒക്കെ പോയെങ്കിലും ഡെയ്സി വരാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷമായിരുന്നു ബെന്നിയുടെ അനുജത്തിയുടെ വിവാഹത്തിന് ഡെയ്സി എല്ലാം മുന്നിൽ നിന്ന് തന്നെ നടത്തി. അതോടെ ബെന്നിയുടെ ജീവിതത്തിലെ ഭാഗ്യദേവതയായി മാറിക്കഴിഞ്ഞു ഡെയ്സി. ബെന്നിയുടെയും ഡെയ്സിയുടെയും കായൽക്കരയിലുള്ള അതിമനോഹരമായ വീടാണത്. ബെന്നിയും ഡെയ്സിയും മകൾ എൽസയും വളരെ സന്തോഷകരമായ ജീവിതം തന്നെ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. അവൾക്ക് കിട്ടിയ ആ പണം അവൾക്ക് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്ന ഡെയ്സി ജോലി രാജിവെച്ചിട്ട് അവൾ കണ്ടെത്തിയ വഴിയായിരുന്നത്. ആരുമില്ലാത്ത അമ്മമാർക്കും അച്ഛനുമൊക്കെ സാന്ത്വനമാകാൻ അവൾ തീരുമാനിച്ചു. അവളുടെ തന്നെ നാട്ടിൽ ആരോരുമില്ലാത്ത അച്ഛനമ്മമാർക്ക് അവളൊരു ആശ്രയമായി മാറി. ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങി. ആ പണം അവൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനായി തുടങ്ങി. ബെന്നി ഇപ്പോൾ വലിയൊരു ബിസിനസ് ഉടമയാണ്. അവനിപ്പോൾ സ്വന്തമായി ഹൗസ് ബോട്ടും മറ്റ് ബിസിനസ്സുമൊക്കെയായി മുമ്പോട്ട് പോവുകയാണ്. എന്തിനും കൂടെ സദാനന്ദ പിള്ളയും ബെന്നിക്കൊപ്പം തന്നെയുണ്ട്. സോഫിയും ഭർത്താവും വളരെ സന്തോഷകരമായി തന്നെ മുമ്പോട്ട് ജീവിക്കുകയാണ്. അമ്മയുടെ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ് സോഫിയുടെ ഭർത്താവ് ഇപ്പോൾ. സാലി മഠത്തിൽ ചേർന്നില്ല. സാലി ഒരു പ്രണയവിവാഹം ചെയ്ത് സന്തോഷകരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഭർത്താവിൻ്റെ 2 സഹോദരിമാരും ഡെയ്സിക്കൊപ്പം ഇപ്പോഴും സന്തോഷകരമായി തന്നെയുണ്ട്. പിന്നീട് അമ്മച്ചിയും അതേ സ്നേഹത്തിൽ തന്നെയാണ്. ഡെയ്സിയുടെ അച്ഛനമ്മമാരും സഹോദരനും ഇപ്പോഴും ഡെയ്സിക്കൊപ്പം വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോകുന്നു. സാജനും സെലിനും ഇന്ന് ഡെയ്സിയുടെയും ബെന്നിയുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ ആവശ്യത്തിനും അവർക്കൊപ്പം ഓടിയെത്തും. ഡെയ്സിയുടെയും ബെന്നിയുടെയും മകളുടെ 18ാം ജന്മദിനമാണ്. വളരെ ആഘോഷപൂർവ്വമായി തന്നെ അവർ നടത്തുകയാണ്. അവരുടെ ഒപ്പം എല്ലാവരും തന്നെ വളരെ സ്നേഹകരമായി തന്നെ മുമ്പോട്ടുണ്ട്. ആഘോഷത്തിൽ പങ്കെടുക്കാൻ ബെന്നിയുടെ സഹോദരിമാരും ഭർത്താക്കന്മാരും വന്നിരുന്നു. അതുപോലെ തന്നെ പള്ളിയുടെ അച്ഛനും എത്തിയിരുന്നു. പരിധിക്കയുടെ മകളും ഭർത്താവും അവിടെ എത്തി. ഇളയച്ചൻ്റെ മകളും ഭർത്താവും എത്തി. സെലിനും സാജനും എത്തി. അങ്ങനെ എല്ലാവരും ചേർന്ന് ബെന്നിയുടെയും ഡെയ്സിയുടെയും മകളുടെ 18ാം ജന്മദിനം വളരെ ആഘോഷപൂർവ്വമായി തന്നെ നടത്തി. ഇന്നും ബെന്നിയുടെയും ഡെയ്സിയുടെയും ജീവിതം അതിമനോഹരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ബെന്നിയുടെ ജീവിതത്തിലേക്ക് ഭാഗ്യദേവതയായി കടന്നു വന്നവൾ ഇന്ന് ആ നാടിൻ്റെ മുഴുവൻ ഭാഗ്യദേവതയാണ്. ഡേജ് ഹോം നടത്തുകയും പാവങ്ങളെയൊക്കെ സഹായിച്ചും ഡെയ്സി മുമ്പോട്ട് പോവുകയാണ്.